Hello students, even the model examination, public examination, accountancy, problem side makal nalla pole padichu vechittundav. പക്ഷേ അതിന്റെ കൂടെ തന്നെ കട്ട സപ്പോർട്ട് ആരതുമാണ് നമ്മുടെ തിയറി ഭാഗത്തിന് വേണം. അതുകൊണ്ട് തിയറി ഭാഗങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏതാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരുന്നോളൂ. പാർട്ണർഷിപ്പിന്റെ മുഴുവൻ ചാപ്റ്റേഴ്സിന് വരുന്ന ഇമ്പോർട്ടന്റ് തിയറി കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് പാർട്ണർഷിപ്പ് ഡീഡിനെ കുറിച്ചുള്ള തിയറി ഇമ്പോർട്ടൻ്റ് ആണ്. പാർട്ണർഷിപ്പ് ഡീഡ് എന്താണ്, അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഡീഡിനെ വിളിക്കുന്ന മറ്റൊരു പേര് ആർട്ടിക്കിൾസ് ഓഫ് പാർട്ണർഷിപ്പ് ആണ്. ഇത് തീർച്ചയായും മക്കൾ മനസ്സിലാതെ ഓർമ്മിച്ച് വെക്കണം. അതുപോലെ തന്നെ മീനിങ് പഠിച്ചു വെക്കുക. പാർട്ണർഷിപ്പ് ഡീഡിന്റെ മീനിങ് പഠിച്ചു കഴിഞ്ഞാൽ പാർട്ണർഷിപ്പ് ഡീഡിന്റെ കണ്ടന്റുകൾ ഒരു 6 കണ്ടന്റ് കമ്പൽസറി നോക്കി വെക്കണം. കണ്ടന്റ്സുകൾ പലപ്പോഴും എക്സാമിനേഷൻ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കണ്ടന്റിനെ ഒഴിവാക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് നമ്മൾ പഠിക്കേണ്ടത് ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡാണ്. പാർട്ണർഷിപ്പ് ഡീഡ് സൈലന്റ് ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഐറ്റംസ് റെക്കോർഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് കാൽക്കുലേഷൻ. നമുക്കറിയാം, നിങ്ങൾ പഠിച്ചാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണെങ്കിൽ അതിൽ നോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ്. അതുപോലെ തന്നെ പാർട്ട്നേഴ്സിന്റെ സാലറി, കമ്മീഷൻ, റെമ്യൂണറേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോ കമ്മീഷൻ ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അത് നോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ വരികയാണെങ്കിൽ അത് 6% ആണ്. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈക്വൽ ആണ് അല്ലേ. ഇത്തരത്തിലുള്ള ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ് മിക്ക എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്. എന്ത് റൂള് അപ്ലൈ ചെയ്യാം, ഏതെങ്കിലും ഒന്നായിരിക്കാം ചോദിക്കുന്നത്, അല്ലെങ്കിൽ 3 ഐറ്റത്തിനെ ചോദിക്കാം, MCQ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് നേരെ പോകുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡാണ്. നമുക്കറിയാം, ഒന്നാമത്തെ ചാപ്റ്ററിനകത്ത് ക്യാപിറ്റൽ അക്കൗണ്ട്സ് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, ഫിക്സഡ് ആയിട്ടും ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടും. തിയറി രൂപത്തിൽ നമ്മൾ പഠിക്കേണ്ടത് അതിൻ്റെ ഡിഫറൻസ് ആണ്. ആ ഡിഫറൻസ് 4 ഡിഫറൻസ്, ഏറ്റവും ചുരുങ്ങിയത് 4 ഡിഫറൻസ് മക്കൾ പഠിച്ചു വെക്കണം. ഇനി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേഷനും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ കാൽക്കുലേഷനും പ്രോബ്ലം സൈഡിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് ഫിക്സഡ് എമൗണ്ട് വിഡ്രോ ചെയ്യുമ്പോൾ അത് മന്ത്ലി വിഡ്രോവൽസ് ഉണ്ടാവും, ക്വാർട്ടർലി വിഡ്രോവൽസ് ഉണ്ടാവാറുണ്ട്. മന്ത്ലി ആണെങ്കിൽ ബിഗിനിങ്, അതുപോലെ തന്നെ മിഡിൽ, എൻഡ്, ആ സമയത്ത് ഏവറേജ് പീരീഡ് എത്രയാണ് എന്ന് എക്സാമിനേഷന് തിയറി ആയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് യൂസ്ഫുൾ ആണ്. ക്വാർട്ടർലി ആണെങ്കിൽ പോലും അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് ആ ഭാഗത്തുള്ള തിയറി എല്ലാവർക്കും അറിയാം, എന്നാലും ആ പോയിന്റ് എഴുതുമ്പോഴോ അല്ലെങ്കിൽ ഏവറേജ് മന്ത് എഴുതുമ്പോഴോ മാറിപ്പോവാതെ മക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് ഇൻകമിംഗ് പാർട്ണർ. അഡ്മിഷൻ സമയത്ത് ഇൻകമിംഗ് പാർട്ണറുടെ റൈറ്റ്സ് എന്തൊക്കെയാണ്? പലപ്പോഴും 2017 അല്ലേ നല്ല എക്സാമിനേഷൻ പല ക്വസ്റ്റിനകത്ത് മോഡലിനും പബ്ലിക്കിനും ഒക്കെ ചോദിച്ചൊരു ചോദ്യമാണ് റൈറ്റ്സ്. നമ്മൾ ചെറുതായിട്ട് വായിച്ചങ്ങ് പോകുന്ന കാര്യമാണെങ്കിൽ പോലും ആ റൈറ്റ്സ് എന്ന് പറയുന്നത് അസറ്റ്സ് ഷെയർ ചെയ്യാനും പ്രോഫിറ്റ്സ് അതുപോലെ തന്നെ ഷെയർ ചെയ്യാനുള്ള 2 റൈറ്റ് ആ പോയിന്റ് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ എഴുതി കൊടുക്കേണ്ടതാണ്. ഇനി അഡ്മിഷൻ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഗുഡ്വില്ലിൻ്റെ കാൽക്കുലേഷൻ. ഗുഡ്വിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം. എവറേജ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, അല്ലെങ്കിൽ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്, വെയ്റ്റഡ് ആവറേജ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന അറിയാം. പക്ഷേ അവിടെ ചോദിക്കാൻ പ്രധാനപ്പെട്ട ഗുഡ്വില്ലിൻ്റെ മീനിങ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ വാല്യൂ ഓഫ് ഗുഡ്വിൽ ചോദിച്ചിട്ടുണ്ട് എക്സാമിനേഷന്. അതായത് ഫേവറബിൾ ലൊക്കേഷൻ ആയിരിക്കാം, നേച്ചർ ഓഫ് ബിസിനസ് ആയിരിക്കാം, എഫിഷ്യൻസി മാനേജ്മെന്റ്, മാർക്കറ്റ്, അതുപോലെ തന്നെ സ്പെഷ്യൽ ഡൊനേറ്റ്, ടൈം, ഇതൊക്കെ വെച്ചുകൊണ്ട് ഫാക്ടേഴ്സ് നിങ്ങൾ പഠിച്ചു വെക്കണം. അടുത്തത് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ഓർ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ്. റിട്ടയർമെന്റ് സമയത്തുള്ള അഡ്ജസ്റ്റ്മെന്റ് ഏതൊക്കെയാണ് പെട്ടെന്ന് വായിച്ചാൽ. അതായത് നമ്മളെ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ്? അത് ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം, ഗുഡ്വില്ലിനെ ട്രീറ്റ് ചെയ്യണം, എക്വിറ്റിയുടെ പ്രോഫിറ്റ്സ് ലോസ് ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണം, എൻട്രീസ് ആണല്ലേ, അസറ്റ് ലയബിലിറ്റീസ് റീവാലുവേറ്റ് ചെയ്യണം. ഇത്തരത്തിലുള്ള അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റുകൾ തിയറി എന്ന രൂപത്തിൽ മക്കൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ ഗെയിനിങ് റേഷ്യോ ആൻഡ് സാക്രിഫൈസ് റേഷ്യോ. നമുക്കറിയാം, അഡ്മിഷന്റെ സമയത്ത് സാക്രിഫൈസിന്റെ റേഷ്യോ ആണ്, അതുപോലെ റിട്ടയർമെന്റ് സമയത്ത് ഗെയിനിങ് റേഷ്യോ ആണ്. ഇതിന്റെ ഡിഫറൻസ് മക്കൾ പഠിച്ചു വെച്ചിരിക്കണം. ഡിഫറൻസ് പഠിക്കുമ്പോൾ നമുക്ക് 3 ഡിഫറൻസ് വരും. ഒന്ന് ഫ്ലക്ച്വേറ്റിംഗ്, ഫിക്സഡ്, അതുപോലെ തന്നെ നമുക്ക് അടുത്തത് വേണ്ടത് ഈ ഗെയിനിങ്, ന്യൂ, അതുപോലെ തന്നെയാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പും ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേമും. ഈ ഡിഫറൻസ് മക്കൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. ഇനി മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ, ഏതൊക്കെ രീതിയിൽ ഡിസൊല്യൂഷൻ സംഭവിക്കാം? നമുക്കറിയാം, കമ്പൽസറി ഡിസൊല്യൂഷൻ ഒക്കെ ഉണ്ടല്ലോ അല്ലേ. അങ്ങനെ ഇതിൽ ആകെ ഏത് ഡിസൊല്യൂഷൻ ടൈപ്പാണ്? ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെന്റ് ഉണ്ട്, കമ്പൽസറി ഉണ്ട്. അതിൻ്റെ എക്സാമ്പിൾ കൂടി മക്കൾ പഠിച്ചു വെക്കണം. ഇന്ന റീസൺ കൊണ്ട് അത് ഏത് ഡിസൊല്യൂഷനിലേക്കാണ് വരുന്നത് എന്ന് കൂടി മക്കൾ പഠിച്ചു വെക്കുക. അതും കൂടി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഡിസൊല്യൂഷൻ്റെ ഭാഗത്ത് കംപ്ലീറ്റ് ആവും. വീണ്ടും ഒരു ഡിഫറൻസ് വരും, അത് റീവാലുവേഷൻ അക്കൗണ്ടും റിയലൈസേഷൻ അക്കൗണ്ടാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ വരുന്ന മോഡൽ ആയിക്കോട്ടെ, പബ്ലിക് എക്സാമിനേഷൻ ആയിക്കോട്ടെ, നമുക്ക് തീർച്ചയായും ഡിഫറൻസ് പഠിക്കുന്ന സമയത്ത് 4 ഡിഫറൻസുകൾ പാർട്ണർഷിപ്പിൻ്റെ ഭാഗത്ത് നമുക്ക് പഠിക്കാനുണ്ട്. അതെല്ലാം പഠിച്ച് സെറ്റ് ആക്കിയിട്ട് വേണം നമുക്ക് എക്സാമിനേഷൻ പോകാം. അപ്പോൾ തിയറി ഭാഗത്തും ഇമ്പോർട്ടൻസ് എന്ന് മക്കൾ ഓർമ്മിക്കുക. സോ all the best.